ബിജു ജനതാദളിൽ രാഷ്ട്രീയ പോരുമുറുകുകയാണ്. അതായത് ആര് പാർട്ടി പിടിച്ചെടുക്കും, ആര് നവീൻ പട്നായിക്കിന്റെ പിൻഗാമിയാകും എന്നൊക്കെയുള്ള ചർച്ചയാണ്. എന്നാൽ ആ പാർട്ടി തമ്മിൽ തല്ലി മുടിയാൻ പോവുകയാണ് എന്ന തിരിച്ചറിവ് ആ സംസ്ഥാനത്തെ ജനങ്ങൾക്കുണ്ട്, സാധാരണക്കാർക്കുണ്ട്. അവിടുത്തെ മുഖ്യധാര പ്രതിപക്ഷമായി ധാർമ്മികമായും കോൺഗ്രസിന്റെ കൈകളിലേക്കാണ് വരുന്നത്. വാസ്തവത്തിൽ പ്രതിപക്ഷ MLA എന്ന രീതിയിൽ BJD അവിടെ ഒരു രീതിയിലും ഭരണ നേതൃത്വത്തെ വിമർശിക്കുന്നില്ല. നിശബ്ദമായി BJPക്ക് കുഴലൂതുന്ന രീതിയിലാണ്, മോഹൻ ചരൺ മാഞ്ചിക്കും മറ്റുള്ളവർക്കും വേണ്ടി കുഴലൂതുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ അവസ്ഥ. നമ്മൾ നോക്കൂ, ഈ പറയുന്ന ഒഡീസയുടെ മണ്ണിൽ എങ്ങനെയാണ് BJP കടന്നുകൂടിയത്, സഖ്യകക്ഷികളെ എങ്ങനെയാണ് BJP പരമാവധി ഉപദ്രവിക്കുന്നത്, അവരെ നിർവീര്യമാക്കുന്നത്. ബിജു ജനതാദൾ ഈ ഒരു അപകട സാധ്യത നേരത്തെ മണത്താണ് BJP അധികാരത്തിന്റെ ഭാഗമായി നിർത്തിയ ഒരു തെറ്റായ തീരുമാനമാണ് എന്ന് മനസ്സിലാക്കി നവീൻ പട്നായിക് അവിടെ ഒറ്റയ്ക്ക് അധികാരം പിടിച്ച് ഭരിക്കാൻ തുടങ്ങിയത്. 2001 കാലഘട്ടത്തിൽ നമുക്കറിയാം, ദ്രൗപതി മുർമു എന്ന ഇന്ത്യൻ രാഷ്ട്രപതി നവീൻ പട്നായിക്കിന്റെ മന്ത്രിസഭയിൽ BJPയുടെ മന്ത്രിയാണ്. അത്തരത്തിൽ BJPയുമായി സഹകരണം ഉറപ്പിച്ചാണ് നവീൻ പട്നായിക് മുന്നോട്ട് പോയത്. എന്നാൽ ഒഡീസയിൽ പിന്നീട് ക്രമേണ അവിടെ സംഭവിച്ചത് എന്താണ്? BJP BJDയെ തുരത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. എന്നാൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ യഥാർത്ഥ സ്പേസ് ഈ രണ്ട് രാഷ്ട്രീയത്തെ എതിർക്കുന്ന രാഷ്ട്രീയത്തിന് പ്രാധാന്യം കൊടുത്ത് മുൻഗണന കൊടുത്തിരിക്കുകയാണ്. ബിജു ജനതാദളിൽ ലോക്സഭയിൽ ഒഡീസയിൽ നിന്ന് ഒരൊറ്റ സീറ്റില്ല. അതേസമയം കോൺഗ്രസ് പലയിടത്തും 2ാം സ്ഥാനത്തേക്ക് എത്തുകയും ഒരു സീറ്റിൽ വിജയിക്കുകയും ചെയ്തു. അവർക്ക് പരമ്പരാഗതമായ ശക്തി കേന്ദ്രങ്ങളുണ്ട്. ഒത്തൊരുമിച്ച് നിന്നാൽ 21-ൽ 15ഓളം സീറ്റുകളുമായി അടുത്ത തിരഞ്ഞെടുപ്പിൽ വിസ്മയപരമായ മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന പ്രത്യാശയിലാണ് കോൺഗ്രസ് നേതൃത്വം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത തിരിച്ചടിയും സംസ്ഥാനത്ത് നിന്നും അധികാരം പോയതിന്റെ വൈഷമ്യത്തിലും ബിജു ജനതാദൾ പിരിച്ചുവിടാനാണ് നവീൻ പട്നായിക്കിന്റെ നീക്കം. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ തിരിച്ചടി ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഏറ്റപ്പോൾ ആ പാർട്ടി ഒന്നടങ്കം നശിച്ചു പോയത് തൃണമൂൽ കോൺഗ്രസ് ആണ്. ആം ആദ്മി പാർട്ടി പോലും പൂർണ്ണമായി നശിച്ചു എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ തൃണമൂൽ കോൺഗ്രസ് അങ്ങനെയല്ല. ഒന്നിനും ബാക്കിയില്ലാതെ അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് വരെ മമതാ ബാനർജി പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ബിജു ജനതാദൾ പാർട്ടി ആരും പിടിച്ചെടുക്കേണ്ട കോൺഗ്രസിലേക്ക് തനിയെ ഒഴുകിയെത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങളുടെ അവസ്ഥ പോവുകയാണ്. ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ നിയമസഭാ സാമാജികർ, ബിജു ജനതാദളിലെ സാമാജികർ എൻ ബ്ലോക്കായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി ചേർന്നേക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് എന്നാണ് പ്രാദേശിക നേതാക്കൾ അറിയിക്കുന്നത്. ഭുവനേശ്വറിൽ കോൺഗ്രസ് ഒരു യോഗം ചേരുകയാണ്. കട്ടക്കിലും പുരിയിലും ബാലസോറിലും ഒക്കെ കോൺഗ്രസിന്റെ ശക്തമായിട്ടുള്ള പോരാട്ടം നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചുവരവിന്റെ സാഹചര്യം ഇപ്പോൾ കോൺഗ്രസിന് ഒഡീസയിലുണ്ട്.